അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് വീശുവല കൊണ്ടാണ് വന്നിരിക്കുന്നത്. മീനെ വീശി പിടിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. വീശുവല എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വലയ്ക്ക് പ്രത്യേകതയുണ്ട്. ഒരു പുതിയ ടൈപ്പ് വീശുവലയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും, സിമ്പിളായിട്ട് വീശി പിടിക്കാൻ പറ്റും. അതുപോലത്തെ ഒരു പ്രത്യേക ഒരു വലയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് അയച്ച് കവറിലെടുത്ത് അത് അയച്ച് സെറ്റ് ചെയ്യുകയാണ്. കയറിൻ്റെ അറ്റത്തൊരു ബാൻഡുണ്ട്, അത് നമ്മുടെ കയ്യിലിങ്ങനെ കയറ്റിയിടുന്നതാണ്. കയ്യിൽ നിന്ന് കയർ അഥവാ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു ബാൻഡാണത്. അകത്തെ കയർ ഉടക്കിയിട്ടുണ്ട്. അത് നമ്മുടെ കൈ വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ് കയ്യിൽ ഇടുന്നത്. കയറിൻ്റെ കുരുക്കെല്ലാം നമ്മൾ പതുക്കി അയക്കുക. അത്യാവശ്യം മീനൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. ഉപ്പുവെള്ളത്തിൻ്റെ ഒരു ഇതുള്ള കാരണം മീൻ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് വല എന്തായാലും ഒന്ന് വീശി എന്തായാലും നോക്കണം. അപ്പോൾ നല്ലൊരു സ്പോട്ടിൽ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് അവർ കൂടൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്തും കുറച്ച് മീനൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് ഈ വലയൊന്ന് വീശി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ ചാനലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. നമ്മുടെ സാധാ വല വീശുവല എറിയുന്ന പോലെയാണ്. നമ്മൾ മറ്റേ സാധാ വല വീശുവല നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം കുരുങ്ങി. ഇതങ്ങനെ കുരുങ്ങത്തില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വട്ടത്തിൽ ഇരിക്കുന്ന സാധനമാണ് നമ്മൾ എറിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഈ വല പോയി വിരിഞ്ഞ് വീഴുന്നത്. അതാ ഈ വലയുടെ ഒരു പ്രത്യേകത. നമ്മളിങ്ങനെ തിരഞ്ഞേറിടേണ്ട ആവശ്യമില്ല. കറക്റ്റ് കേട്ടോ, ഇത് കറക്റ്റ് വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കും. അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി എറിഞ്ഞാൽ മതി, കറക്റ്റായിട്ട് ആ വല പോയി വീട്. ഇപ്പോൾ ഞാനവിടെ നിൽക്കുന്ന കാരണമാണ് ഇത് കാണാൻ പറ്റാത്തത്. കാരണം ഞാൻ ഫോൺ അവിടെ ചാരി വെച്ചിട്ടാണ്. കാരണം ഈ പ്രാവശ്യം നമ്മുടെ വീഡിയോ പിടിക്കുന്ന ആൾ വന്നിട്ടില്ലായിരുന്നു. അത് കാരണം നമുക്ക് ആ വീശി വീഴുന്നത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മളത് കറക്റ്റായിട്ട് കാണിക്കുന്നതായിരിക്കും.